പണ്ടൊരു ഓണം സീസൺ ആകുമ്പോഴേക്കും നമ്മളെ കൊച്ചിക്കാരൊക്കെ നോക്കിയിരിക്കുന്നത് നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലുള്ള ഓണം മേളയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് ഇപ്പോൾ സ്ഥിരം മേള നടക്കുന്നത് നമ്മുടെ മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ. അങ്ങനെ ഇത്തവണത്തെയും ഓണം ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് അധിക ദിവസമായി തുടങ്ങിയിട്ട്. എന്നിരുന്നാലും പേടിക്കേണ്ട, കച്ചവടമൊക്കെ തകൃതിയായി നടക്കുന്നതേ ഉള്ളൂ. ഏകദേശം ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കൂടി ഉണ്ടാകും. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട. തിങ്കൾ മുതൽ വെള്ളി വരെയും അത്യാവശ്യം തിരക്കുണ്ട്. ശനി ഞായറും ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് അടുക്കാൻ പറ്റില്ല, അത്രത്തോളം തിരക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഓണം ഷോപ്പിംഗ് 2025 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന സ്റ്റോള് ഒത്തിരി ടോപ്സ് ഉള്ളതാണ്. ലേഡീസ് ടോപ്സ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. ടോപ്സും ലെങ്തി ടോപ്സും ഒക്കെ അവൈലബിൾ ആണ്. ഇതിനെല്ലാം സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 350 ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റത്തിലും ഒരു 250-350 റേഞ്ചിലാണ് ടോപ്പുകളൊക്കെ വരുന്നത്. പിന്നീട് അങ്ങോട്ട് കിഡ്സിന്റെ സ്കേർട്ടും ടോപ്പുകളും ഒക്കെ ഉണ്ട്. 250-200 റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുള്ള ടോപ്പ് വിത്ത് ബോട്ടം വരുന്നുണ്ട്. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. 750-1000 ഒക്കെ റേഞ്ച് വരുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ മിനി നൈറ്റീസ് ആണ്. നൈറ്റ് ഇടുമ്പോഴുള്ള കംഫർട്ടും കിട്ടും, എന്നാൽ അതുപോലെ തന്നെ നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാനും പറ്റും. ഇത് പല കളറില്, പല പാറ്റേണില്, പല വെറൈറ്റീസ് ഓഫ് ക്ലോത്തിൽ വരുന്നുണ്ട്. ജസ്റ്റ് 350 രൂപയും. അതുപോലെ ചുരിദാർ സെറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതിന് 1000 above ആണ് റേറ്റ് വരുന്നത്. ഇത് കൂടാതെ നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളും ഒക്കെ വരുന്നുണ്ട്. ഇതിനൊക്കെ 600 മുതലാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പല ഭാഗങ്ങളിലും റേറ്റ് ഫിക്സഡ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തിരക്കില്ലാത്തൊരു സമയമൊക്കെ നോക്കി പോവാണെന്നുണ്ടെങ്കിൽ കുറച്ച് തരാൻ സാധ്യതയുണ്ട്. ചുരിദാർ സെറ്റുകൾക്കൊക്കെ 1000 above ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. ക്വാളിറ്റി അനുസരിച്ചിട്ടും വർക്ക് അനുസരിച്ചിട്ടൊക്കെ ചെറിയ ചെറിയ പ്രൈസ് വേരിയേഷൻസ് വരുന്നത്. ഈ കാണുന്ന ടോപ്പിനൊക്കെ ജസ്റ്റ് 750 ആണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇനി എല്ലാ കാലത്തും ട്രെൻഡിങ് ആയിട്ടുള്ള റേറ്റ് ആണ് ചിക്കൻകാരി വർക്ക്. ഇത് ടോപ്പ് വിത്ത് ബോട്ടം വരുന്നത് 2700 സെറ്റ് ആയിട്ടും ടോപ്പ് മാത്രമായിട്ടും ഒക്കെ അവൈലബിൾ ആണ്. ആലിയ കട്ട് ആൻഡ് നോർമൽ ടോപ്സിനൊക്കെ 750 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ബാഗ്സിന്റെ സ്റ്റോൾ ആണ്. 350 മുതൽ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ബാഗ്സ് ആണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ബാഗ്. നമുക്ക് ഓഫീസിലും കോളേജിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയതായി ഇതുപോലത്തെ ബാഗ്സ് ഒക്കെയാണുള്ളത്. ജസ്റ്റ് 350 രൂപയാണ് വരുന്നത്. ഒത്തിരി ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ബാഗിൽ കയറില്ല, എന്നാലും 1-2 പുസ്തകങ്ങളും ഒരു ലഞ്ച് ബോക്സ് ഒക്കെ കയറിക്കോളും. ഇനി ഡ്രസ്സിനൊപ്പം സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിൽ ഇത് അഫോർഡബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് പലാസോയാണ്. ഒരു പീസ് ആണെങ്കിൽ 200, ഇതേ സമയം 3 പീസസ് എടുക്കുമ്പോൾ 500നും അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ ഫിക്സഡ് റേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ റേറ്റ് കുറയ്ക്കാനുള്ള ചാൻസ് കുറവാണ്. മാത്രമല്ല കോട്ടൺ പലാസോസ് ഒക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റ് ആണ്. ഇക്കൂട്ടത്തിലും നല്ലതും ചീത്തയും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയെടുക്കുക. എന്തൊക്കെ വീഡിയോയിൽ പറഞ്ഞാലും ഒന്നും കൂടി ഒന്ന് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നി നിങ്ങളുടെ റേറ്റിന് ഒത്ത് വരികയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. മിക്ക ഷോപ്സിലും അതുപോലെ കണ്ട ഒരു പുതിയ ഐറ്റം ആണ് കോട്ട് സെറ്റ്. ഓഫീസിലും കോളേജിലും ഒരുപോലെ ഷൈൻ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. അതുപോലെ ഭയങ്കര കംഫർട്ടാണ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ട്. അതിന്റെ റിയൽ പ്രൈസ് വരുന്നത് 750 ആണ്. ഓഫർ പ്രമാണിച്ച് അവർ 600ന് കൊടുക്കുന്നുണ്ട്. ഇനി അതിലും കുറയോന്നറിയില്ല. അതുപോലെ കുഞ്ഞു കുട്ടികളുടെ ഒരുപാട് മോഡൽ ഓഫ് ഡ്രസ്സസ് വന്നിട്ടുണ്ട്. കുട്ടികളുടെ പൈജാമ, ദാവണി സെറ്റ്, പട്ടുപാവാട, അതുപോലെ ഗുജറാത്തി കൈൻഡ് ഓഫ് കോസ്റ്റ്യൂംസും ഒക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ കോട്ടൺ ടോപ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്. 750 ആണ് റേറ്റ് വരുന്നത്. മറ്റൊരു അടിപൊളി ഷോപ്പ് എന്ന് പറയുന്നത് അജ്രക്കിന്റെ ഒക്കെ മെറ്റീരിയൽ വരുന്നതാണ്. പെർ മീറ്റർ 250 ആണ്. പെർ മീറ്റർ 250 ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ അവരുടെ അടുത്ത് കുറേ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് നാട്ടിൽ കിട്ടാത്ത കുറേ കളക്ഷൻസ് അവരുടെ കയ്യിലുണ്ട്. ഇത് കൂടാതെ ഇതിന്റെ മെറ്റീരിയൽ തന്നെ സ്റ്റൈൽ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ ഏകദേശം ഒരു 1200 മുതൽ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നുണ്ട്. ടോപ്സ് ഒക്കെ സ്റ്റിച്ചഡ് ആയിട്ടുള്ളത് 400നും 450ക്കും ഒക്കെ അവൈലബിൾ ആണ്. കുറച്ചധികം നേരം നടന്ന് തപ്പി എടുക്കണം എന്നൊക്കെ ഉള്ളൂ. അതുപോലെ എല്ലാ മേളയ്ക്കും മുടങ്ങാതെ വരുന്നൊരു സാധനമാണ് നമ്മുടെ കോലാപുരി ചെരുപ്പുകൾ. 450 മുതൽ ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി കുറച്ച് കളക്ഷൻസ് ഇത്തവണ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. യൂഷ്വലി ഈ ഒരു ഐറ്റത്തിന് ഒരുപാട് കളക്ഷൻസ് സാധാരണ വരാറുള്ളതാണ്. പക്ഷെ എനിക്ക് ഇത്തവണ അത്രയും കാണാൻ സാധിച്ചില്ല. 450 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 550ലും 650ലും ഒക്കെ ചപ്പൽസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് സ്റ്റോൾ എന്ന് പറയുന്നത് ബീഹാരി ഹാൻഡ്ലൂം സാരീസ് ആണ്. മേളയിലുള്ള ഒട്ടുമിക്ക ഐറ്റംസിനും 10% അവർ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട്. കൂടാതെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും കുറച്ചൊക്കെ തരുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ 1-2 ഷോപ്സിൽ മാത്രമേ ബാർഗെയിനിങ് നടക്കുള്ളൂ. നല്ല അടിപൊളി പ്രിന്റഡ് ആയിട്ടുള്ള സാരീസ് ആണ് ഇതൊക്കെ. നല്ല രസമാണ് കാണാൻ. വിത്ത് ബ്ലൗസ് പീസോട് കൂടിയിട്ടാണ് ഇതൊക്കെ വരുന്നത്. സംസാരിച്ച് 20%ഓളം ആള് കുറച്ച് തന്നു. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 1200 ഓൾറെഡി 2-3 ഐറ്റംസ് വാങ്ങിച്ചു പോയതുകൊണ്ട് ഈ സ്റ്റോള് ലാസ്റ്റിലേക്ക് ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ക്യാഷ് അത്യാവശ്യം ഉണ്ടായിരുന്നില്ല. എന്നുണ്ടെങ്കിൽ ഞാൻ സാരി സത്യമായിട്ട് ബുക്ക് കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള സാരീസ് ആണ് അവിടെ. പിന്നെ ഓണം കഴിയുന്നവരെ സ്റ്റോൾ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് പോകുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി നോക്കുക. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ പോകുന്നുണ്ട്. ശനി ഞായറും നല്ലോണം തിരക്കുണ്ട്. അതുപോലെ ജെൻസിന്റെ കുർത്താസും ഒക്കെ വരുന്നുണ്ട്. 350 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ 200ന് ഒത്തിരി ഷെയ്ഡ്സ് അവൈലബിൾ ആണ്.
നെക്സ്റ്റ് ഇതുപോലെ നമ്മളുടെ കുറെ കിച്ചൺ യൂട്ടൻസിൽസ് വരുന്നുണ്ട്. വുഡൻ സ്പൂൺസ്, അതുപോലെ തന്നെ ചപ്പാത്തി തട്ട്, കീ ഹോൾഡർ, ഫേസ് മസാജർ, കുഞ്ഞു കുഞ്ഞു വണ്ടി, കരകൗശല വസ്തുക്കൾ, അഭിരണ്ട പെട്ടികളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഐറ്റത്തിനൊക്കെ നമ്മൾ നോർമൽ പുറത്ത് ഷോപ്സിൽ കിട്ടുന്ന ആ ഒരു റേറ്റിനും കുറച്ചും കൂടി കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. നെക്സ്റ്റ് തമിഴ്നാട്ടിൽ നിന്നുള്ള സാരീസ് ആണ്. 700 ആണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലൗസ് പീസസ് വരുന്നില്ല. ചെറിയ പട്ടൊക്കെ ആയിട്ട് ചെക്ക് സാരികളൊക്കെ അവൈലബിൾ ആണ്. അടിപൊളി കളർ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഏകദേശം സ്റ്റോളൊക്കെ ഒന്ന് കവർ ചെയ്ത് ഞങ്ങൾ ഇറങ്ങാറായപ്പോഴാണ് ഒരാൾ ഞങ്ങളെ പിടിച്ചു നിർത്തി കുറച്ച് അധികം അലുവ തന്നത്. വലിയ മധുരപ്രിയ അല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ മധുരം ആയതുകൊണ്ടും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ കുറച്ച് വാങ്ങിച്ചായിരുന്നു. യൂഷ്വലി കാണുന്നതല്ലാണ്ട് കുറച്ച് വെറൈറ്റീസ് അവിടെ ഉണ്ട്. പിന്നെ ആളുടെ വർത്താനം കൂടി കേൾക്കുമ്പോൾ നമ്മൾ എന്തായാലും അലുവ എടുത്തു. റിയൽ മാംഗോ അൽഫോൺസ മാമ്പഴത്തിന്റെ ഫ്രിഡ്ജിൽ വെക്കരുത്. 3 months ലാസ്റ്റ് ചെയ്യും. യാതൊരു പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. ഒറിജിനൽ റിയൽ അൽവേ, എസെൻസ് ഒന്നും അല്ല. ഓന്റെ വർത്താനമൊക്കെ കേട്ട് ഞങ്ങൾ അവിടെ അലുവയും വാങ്ങിച്ചിറങ്ങി. ഓന്റെ വർത്താനം അല്ല, കുറച്ച് സംഭവം എന്തായാലും ടേസ്റ്റ് ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെടും. നമുക്ക് കുറച്ചുകൂടി കൂടുതലാക്കി. പിന്നീട് അങ്ങോട്ട് വരുന്നത് ഷെയ്ഡ്സും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഷോപ്സ്. പുറത്ത് കിട്ടുന്നതിലും കുറച്ച് റേറ്റ് കുറവുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ലാസ്റ്റ് സ്റ്റോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കുറച്ച് വെറൈറ്റീസ് ഓഫ് ഇയറിംഗ്സ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 100 മുതലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് ഇത്തവണ. അതുപോലെ തന്നെ ലേഡീസ് ഐറ്റംസ് ആയിട്ടുള്ള ലെഗിങ്സ്, ജഗിങ്സ് ഒക്കെ അവൈലബിൾ ആണ്. 100 രൂപ മുതലാണ് ഇതിനൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത്. ജഗിൻസ് 100 രൂപയുടെ അത്യാവശ്യം നല്ലതാണ് മെറ്റീരിയൽ. ആംഗിൾ ലെങ്ത്തിൽ വരുന്നതാണ് കിട്ടുന്നത്. ഏകദേശം ലാസ്റ്റ് സ്റ്റോളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആവുന്നത്. പിന്നെ നമ്മൾ സാധാരണ കാണാറുള്ള ഒരുപാട് ഹോം മെയ്ഡ് പിക്കിൾസ് ഉണ്ട്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കൂടുതലും ഉള്ളത്. പിന്നെ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ്സ് വരുന്നുണ്ട്. കോട്ടൺ, സെമി കോട്ടൺ, 2 എണ്ണം 550 രൂപയ്ക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തും വിഡ്ത്തും ഉണ്ട്. നല്ല കളേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ കൂത്താമ്പള്ളി മുണ്ടുകൾ 3 എണ്ണം 500 രൂപയ്ക്ക്. അതല്ലാതെ കസവ് മുണ്ടുകൾ സ്റ്റാർട്ടിങ് 450 മുതലും ഉണ്ട്. പുതിയ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതിനൊക്കെ ഏകദേശം 750, 650 റേറ്റ് വരുന്നുണ്ട്. അതുപോലെ ഈ കാണുന്ന സാരിക്കൊക്കെ 600 രൂപയാണ് വരുന്നത്. പിന്നെ ഇങ്ങനെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ പേനയും കളറിംഗ് ബുക്സും ഒക്കെ അവൈലബിൾ ആണ്. അതിനൊക്കെ ഏകദേശം 150 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഫോണൊക്കെ കയ്യിൽ നിന്നൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്ത് ഞാൻ ചിലപ്പോൾ പിള്ളേർ ഇരിക്കും. നെക്സ്റ്റ് ബുക്സിന്റെ സ്റ്റോളാണ് വരുന്നത്. 10% റേറ്റ് കുറവുണ്ട് നമ്മൾ ഇവിടെ നിന്ന് പുസ്തകം കൊടുക്കുമ്പോൾ. അതുപോലെ ഒത്തിരി ഓൾഡ് ബുക്സ് 100 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു എക്സിബിഷന്റെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. നിങ്ങളൊന്ന് പോയി നോക്കുക. ഓണം ഏകദേശം ആകാറായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോയി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കണ്ട.